പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളുടെ പോരായ്മകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിപ്പാനായിട്ട് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, കാത്തു പരിപാലിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപരിപഠനത്തിനായിട്ട് ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളും ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മേൽ പഠിക്കുവാനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കാനുള്ള ബുദ്ധിയും അറിവും എല്ലാ മക്കൾക്കും കൊടുത്ത് അവരെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കണമേ. തൊഴിലില്ലാതെ ഭാരപ്പെടുത്തുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സ്ഥാനത്ത് അവരെ ഇരുത്തണമേ. കർത്താവെ, ഞങ്ങൾ പാപികളും ഏഴകളുമാണ്. കുറ്റങ്ങളും കുറവുകളും നിരവധിയായി ഉള്ളവരാണ്. നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളവരല്ല അപ്പാ. കർത്താവെ, ഞങ്ങൾ പാപത്തിൽ വീണു പോകാതിരിപ്പാൻ നീ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. കർത്താവെ, സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ. കർത്താവെ, ഞങ്ങളിലേക്ക് കടന്നു വരണേ. കർത്താവെ, ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ നീ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, യേശുവേ നാഥ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേകം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നുവല്ലോ. അമ്മേ മാതാവേ, നല്ലൊരു ഭവനം കൊടുത്ത് ഓരോ മക്കളെയും നീ ഒരുക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണേ. കർത്താവേ, എൻ്റെ ആകുലതകളിലേക്കൊന്ന് കടന്നു വരണേ. കർത്താവേ, എൻ്റെ പ്രയാസങ്ങളിലേക്കൊന്ന് കടന്നു വരണേ. കർത്താവേ, എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, അമ്മേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ ആവശ്യം നേരത്തെ അവരുടെ ഒപ്പമായിരിക്കണേ. കർത്താവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അടച്ചു തീർക്കാനുള്ള വഴിയുടെ വാതിൽ അവർക്ക് നേരെ തുറന്നു കൊടുക്കണേ. കർത്താവേ, എല്ലാവരുടെ ജീവിതത്തെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. കർത്താവേ, വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും ആ ദേശത്തായിരിക്കുന്ന മക്കളോട് തിരുകുമാരനെ പറ്റിയും അമ്മയെ പറ്റിയും അറിയിക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് കൊടുക്കണേ. കർത്താവേ, അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള അനുഗ്രഹം നീ നൽകണേ. കർത്താവേ, ഞങ്ങൾ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, കുറവുകളൊന്നും നോക്കല്ലേ തമ്പുരാനെ, പോരായ്മകളൊന്നും നോക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ പാപികളാണ് കർത്താവേ, ഞങ്ങൾ ഏഴകളാണ് കർത്താവേ, നിന്റെ മക്കളാണ് കർത്താവേ. ഞങ്ങളിലേക്ക് കടന്നു വരണേ. കർത്താവേ, യേശുവേ നാഥ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു തമ്പുരാനെ. കർത്താവേ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള അനുഗ്രഹവും കൃപയും തരണമേ. കർത്താവേ, കർത്താവേ, അവരോട് ക്ഷമിപ്പാനുള്ള മനസ്സ് നീ നൽകണേ. കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണേ. കർത്താവേ, എൻ്റെ ദൈവമേ, നിന്റെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ. കർത്താവേ, ഇന്നേ ദിവസത്തെ ദൈവമേ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു. കർത്താവേ, നാളത്തെ പുലർച്ചെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഭവമാക്കി മാറ്റണമേ. കർത്താവേ, വലിയ കൃപയാലും അനുഗ്രഹത്താലും നിറയ്ക്കണമേ. കർത്താവേ, ദൈവസ്നേഹത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കർത്താവേ, പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും നീ സമ്മതിക്കല്ലേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്ക
സഹായിക്കണമേ കർത്താവേ. യേശുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നീ നൽകിയ ഈ എളിയ ജീവനം കർത്താവേ, നിനക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ച് നീ ഒരുക്കുന്ന ഭവനത്തിലെത്തുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണേ കർത്താവേ. യേശുവേ നാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ കർത്താവേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.